അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ CMA വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഒരു പാകിസ്ഥാൻ മൾബറി. ആ മൾബറി നമ്മളെ വീട്ടിലുണ്ടായത് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അത് പോട്ടി മിക്സ് ചെയ്തോ എന്താണെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും ഇത് കായ് ഇങ്ങനെ നിറയെ കായ് ഉണ്ടാവാൻ എന്താ ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പാകിസ്ഥാൻ മൾബറി കേട്ടോ. ഇത് ഇങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് കായ ഉണ്ടാകുന്നത്. ചെറിയൊരു മരമാണ് കേട്ടോ, വലിയ മരമൊന്നുമല്ല, ചെറിയ തൈയാണ്. അതിന്മേലാണ് ഇത്രയും കായ്കളുണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ ഒരു തൈ 500 രൂപക്ക് ഒരു തൈ വാങ്ങി. ആ തൈ നമ്മൾ എന്താ പറയുക, ചാണകപ്പൊടി, അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിക്ക് ബദൽ ആട്ടിൻ്റെ കാഷ്ടമാണ് ഇട്ടത്. ആട്ടും കാഷ്ടം ഒരു എന്താ പറയുക, ഒരു കൊട്ടയാണ് എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു കൊട്ട മണ്ണ്, ഒരു കൊട്ട ചകിരിച്ചോറ്, ഇങ്ങനെ ഈ മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടിയിൽ കുറച്ച് ചപ്പ്, അതായത് ചവേല എന്ന് പറയും, മാവിൻ്റെയും അതുകൊണ്ട് എല്ലാ മരങ്ങളൊക്കെ ഉണങ്ങിയ ഇലകൾ വാരി നിറച്ചിട്ടാണ് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ മിക്സ് റെഡിയാക്കിയത് ഇട്ടുകൊടുത്ത് അതിലാണ് നമ്മൾ തൈ വെച്ചത്. അപ്പോൾ തൈ നട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ അത്രയും ആയതാണ്. അങ്ങനെ പിന്നെ പ്ലാന്റ് വലുതായി തെഴുപ്പ് ഒക്കെ വരുമ്പം തന്നെ ഈ തെഴുപ്പിനോടൊപ്പം തന്നെയാണ് ഈ മൾബറി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ടാവും. 8 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 4 തവണ ഏറ്റാൻ കായും ഉണ്ടായി കേട്ടോ. പക്ഷെ ഇത്രയും നിറയെ കായുണ്ടായ ഈ ഒരു തവണയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത കൂട്ടത്തിൽ ഇതിനും ചെയ്തു കൊടുത്തിരുന്നു. അതുകൊണ്ടാണോ അത്രയും കായുണ്ടായെന്ന് അറിയൂലേ. അപ്പോൾ അതാണ് ചെയ്തത്, അല്ലാണ്ട് വളങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്ക് കുറച്ച് ആട്ടും കാഷ്ടം ഞാൻ മേരട് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കും, അതുകൊണ്ട് ചപ്പൊക്കെ വാരി ഇട്ട് കൊടുക്കും, അതൊക്കെ ചെയ്തിട്ടുള്ളൂ. എന്നാലും ഇത്രയും കായ്കൾ ഉണ്ടായി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിന്. ഒരുപാട് മരം നിറയെ കായ്കൾ കണ്ടില്ലേ, ഇതുപോലെ കായ്കൾ തന്നെ ഉണ്ടായി. അപ്പോൾ വളരെ സന്തോഷമായി. കാരണം കുറച്ച് എന്താ പറയുക, ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഒരു 1-2 ചെടികളാണ് ഉള്ളത്. ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് വൈറ്റ് നാവലുണ്ട്, അതോണം പിന്നെ 2-3 സൈസ് മാവിൻ്റെ തൈകളുണ്ട്. പിന്നെ അതോണം ഒരു 4-5 ടൈപ്പ് ഓറഞ്ച്, മുസമ്പി, അത് രണ്ടും കൂടി വരുന്ന ഒരു 4-5 തൈയുണ്ട്. അതൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് വാങ്ങി വെക്കണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളത് ഒരു ബക്കറ്റിലാണ് കേട്ടോ. ആ ബക്കറ്റിലാണ് വെച്ചത്. എന്താ വെച്ചാൽ മറ്റേ ഡ്രമ്മ് വാങ്ങാനിപ്പോൾ നടക്കാത്തതുകൊണ്ട് താണ്ടില്ല, ഇങ്ങനത്തെ ബക്കറ്റിലാണ് വെച്ചത്. ഈ ബക്കറ്റിലാണ് ഇത്രയും കായ്കൾ ഉണ്ടായത് കേട്ടോ. പിന്നെ അത് കിളികളൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല. പിന്നെ നല്ലോണം പഴുക്കാൻ നിൽക്കാത്ത നല്ലത്. എന്താ വെച്ചാൽ അധികം പഴുത്താൽ വേറൊരു ടേസ്റ്റിയാണ് വരികയെന്ന്. ഇത് നല്ലോണം പഴുത്ത് വരുമ്പം തന്നെ അങ്ങ് പറിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മളെ സാധാ മൾബറിനെക്കാളും നല്ല ടേസ്റ്റാണ് പഴുത്ത് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നല്ലോണം പഴുത്ത് നമ്മളൊന്നുകൂടി പഴുക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലോണം പഴുത്ത് ഇത് തൊഴിഞ്ഞ് വീഴുക ചെയ്യുക. പിന്നെ അങ്ങനെ ആവുമ്പോൾ എന്ത് ഫ്രൂട്ടാണെങ്കിലും അധികം പഴുത്ത് പോയാൽ വേറൊരു ടേസ്റ്റാണല്ലോ വരിക. അപ്പോൾ ഇതൊക്കെയാണ് മൾബറിനെ പറ്റി പറയാനുള്ളത്. കണ്ടില്ലേ, മുട്ടിൽ തെഴുപ്പ് വന്നിട്ട് ആ തെഴുപ്പിലൊക്കെ എന്താണ് കായാണ് കേട്ടോ. അപ്പോൾ ഇത് പഴുത്ത് വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ അങ്ങ് പറിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഒന്നാമത് ഇപ്പം മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, നല്ലോണം പഴുത്ത ഈ ഫ്രൂട്ടിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് അപ്പോൾ ടേസ്റ്റ് മാറല്ലേ ഏത് ഫ്രൂട്ടാണെങ്കിലും, അതുകൊണ്ടാണോ എന്നറിയില്ല. കണ്ടോ, ഈ ഓരോ കായിൻ്റെ ഒരു നീളം കണ്ടില്ലേ, അതുകൊണ്ട് വണ്ണമുണ്ട് നീളമുണ്ട്. കണ്ടില്ലേ, നിറയെ കായ്കൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് വാങ്ങി വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നത്, വാങ്ങി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇതും വെക്കുന്നത് നല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് കായ്കൾ ഇതിലുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇതിന്മേൽ ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ, കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി.
പഴുത്ത മുന്തിരി പോലെ അടുക്കടുക്കി വെച്ച പോലെ. അപ്പോൾ ഇറ്റാലൊരു പ്ലാന്റ് വാങ്ങി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ വിലയാണെങ്കിലും ഇപ്പോൾ ഞാൻ വാങ്ങിയ സമയത്ത് 600, 500 അങ്ങനെയൊക്കെ അതിന് വില വരുന്നത്. ഇപ്പോൾ അതിലും കുറഞ്ഞിട്ടുണ്ടാവും, വാങ്ങി വെച്ചിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഇങ്ങനത്തെ തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങി വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് തൈകളാക്കണമെങ്കിൽ ഇതിന് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എളുപ്പമാണല്ലോ തൈകളാക്കാൻ. കമ്പുകൾ വേര് പിടിപ്പിച്ചെടുത്തിട്ട് അങ്ങനെ തൈകളാക്കിയിട്ട് നമുക്ക് നമ്മൾ വാങ്ങിയതിലും കുറച്ചുകൂടി പൈസ കുറച്ചിട്ടൊക്കെ നമുക്ക് വിൽക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഫ്രൂട്ടുകൾ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയും ഫ്രൂട്ടുകൾ നമുക്ക് കിട്ടി. ഈ മൾബറി ഇത്രയും നമുക്ക് കിട്ടിയിട്ടോ. ഇതൊന്നല്ല ഉള്ളത്, നമ്മൾ നല്ലോണം പഴുത്ത് മാത്രം പറിച്ചെടുത്താണ്. അപ്പോൾ ഇതാണ് ഈ ഫ്രൂട്ടിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെന്നാണ് ഇതിനെ പറ്റിയിട്ട്, നല്ലതാണോ മോശപ്പെട്ട അഭിപ്രായമാണോ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മറക്കണ്ട, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.